ഹായ് മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അപ്പം നമ്മൾ 5th CBSE എൻ്റർ ചെയ്തിരിക്കുകയാണ്. സോ കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ പഠിക്കും. സോ അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ മക്കൾ എന്ത് ചെയ്യുക, വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ EVSൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. EVSൽ നിങ്ങൾക്ക് എത്ര യൂണിറ്റ് പഠിക്കാനുണ്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്, അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക EVS പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ EVS പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനി അങ്ങോട്ടേക്കുള്ള ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്കാവും. ഓക്കെ, നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ നെയിം ദ വേൾഡ് അറൗണ്ട് അസ്. അതിനകത്ത് നമുക്ക് ടോട്ടൽ 5 യൂണിറ്റ് ആണുള്ളത്. ഓരോ യൂണിറ്റിലും നമുക്ക് 2 ചാപ്റ്റേഴ്സ് വീതം കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് യൂണിറ്റ് ലൈഫ് അറൗണ്ട് അസ്. അതിലുള്ള 2 ചാപ്റ്റേഴ്സ്, ഒന്ന് വാട്ടർ ദ എസൻസ് ഓഫ് ലൈഫ്, സെക്കൻഡ് ജേർണി ഓഫ് എ റിവർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ലൈഫ്, നമ്മുടെ ചുറ്റുമുള്ള ലൈഫിനെ പറ്റി, വാട്ടറിനെ പറ്റിയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ദെൻ സെക്കൻഡ് യൂണിറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽബീങ്, അതാണ് നമ്മളവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. 2 ചാപ്റ്റേഴ്സാണ്. തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് മിസ്റ്ററി ഓഫ് ഫുഡ്, ഫോർത്ത് ചാപ്റ്റർ അവർ സ്കൂൾ എ ഹാപ്പി പ്ലേസ്. ഇനി അടുത്ത യൂണിറ്റ് ഇൻക്രെഡിബിൾ ഇന്ത്യ. അതിലുള്ള 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ചാപ്റ്റർ 5 അവർ വൈബ്രൻറ്റ് കൺട്രി, ചാപ്റ്റർ 6 ആൻഡ് സം യുണീക്ക് പ്ലേസസ്. ഇതാണ് നമ്മുടെ ചാപ്റ്റർ 6, അതായത് സം യുണീക്ക് പ്ലേസസ്. അതൊക്കെ നമ്മൾ ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇനി നമ്മുടെ യൂണിറ്റ് 4 എന്ന് പറയുന്നത് തിങ്സ് അറൗണ്ട് അസ്. അതിലുള്ള 2 ചാപ്റ്റേഴ്സ്, ഫസ്റ്റ് ചാപ്റ്റർ അതായത് ചാപ്റ്റർ 7 എനർജി ഹൗ തിങ്സ് വർക്ക്, ചാപ്റ്റർ 8 ക്ലോത്ത്സ് ഹൗ തിങ്സ് ആർ മെയ്ഡ്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് 5th യൂണിറ്റ് അവർ അമേസിംഗ് പ്ലാനറ്റ്. അതിലുള്ള 2 ചാപ്റ്റേഴ്സും ഉണ്ട്. ചാപ്റ്റർ 9 എന്ന് പറയുന്നത് റിതം ഓഫ് നേച്ചർ, ചാപ്റ്റർ 10 എന്ന് പറയുന്നത് എർത്ത് അവർ ഷെയർഡ് ഹോം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇതാ നിങ്ങൾക്ക് 5 യൂണിറ്റുകൾ കാണാനായിട്ട് പറ്റും. 5 യൂണിറ്റിലും കൂടി ടോട്ടൽ നിങ്ങൾക്ക് 10 ചാപ്റ്റേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി ഈ ഒരു അക്കാഡമിക്സിൽ നമുക്ക് പഠിക്കേണ്ടതാണ്. പഠിച്ച് അടിപൊളിയായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടതാണ്. സോ ഇതിലൊക്കെ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ലൈവ് ക്ലാസ്സുകളായിരിക്കും. ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ 5th CBSEയിൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്റ്റുകളുടെയും ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. സോ ഇതൊക്കെ ലൈവ് ക്ലാസ്സൊക്കെ എപ്പോഴാണ്, ഏതൊക്കെ ടൈമിലാണ്, ആരുടെയൊക്കെ ക്ലാസ്സസ് ആണ് വരുന്നത് എന്നൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഏറ്റവും ആദ്യം മക്കൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ, നിങ്ങൾ കാണുന്ന വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഒക്കെ ഓൺ ആണ്. നിങ്ങൾക്ക് ഏത് ചാപ്റ്റേഴ്സും വേണം, ഏത് സബ്ജക്റ്റ് വേണം, അതായത് നിങ്ങൾക്ക് ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ കോണ്ടന്റ് വീഡിയോസൊക്കെ നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഇതിപ്പം ജസ്റ്റ് നമ്മുടെ EVSൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, EVSൻ്റെ ഒരു ജനറൽ ഐഡിയ മാത്രമേ ഉള്ളൂ. ഇനി അതേപോലെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ലൈവ് ക്ലാസ് മിസ്സാക്കാതെ കാണാനായിട്ട് നോക്കുക. സോ നമുക്കിനി ഇതേപോലെ നമ്മുടെ ചാനൽ ആക്റ്റീവായിട്ട് നിൽക്കുക. മിസ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണാൻ വരാം. അപ്പോൾ എല്ലാ മക്കളെയും നമ്മുടെ സൈലം ഫാമിലിയിലേക്ക് ഇതാ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.